ദൈവദാസിൽ നിന്ന് കേട്ട് ഞങ്ങളെ കണ്ണുകൾ തുറക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്നവരുടെ ദാസനായി സ്തോത്രം, പഠിക്കുന്ന എല്ലാ പാഠത്തിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കേണ്ടതിനാണ് സ്തുതിക്കുന്നു. അറിവുകളെ ഞങ്ങൾക്ക് പകർന്നു തരണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന യാചനയെ കേട്ടതിനായി സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ ധന്യതിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ദി ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും ഉപദേശങ്ങളും എന്ന വിഷയത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാകുന്നു. ജീസസ് ട്രൂ ഗോഡ് ആൻഡ് ട്രൂ മാൻ. യേശുവിന്റെ യഥാർത്ഥ മനുഷ്യപ്രകൃതി എന്തുകൊണ്ട് അനിവാര്യമായിരിക്കുന്നു, അല്ലെങ്കിൽ അത് നാം വിശ്വസിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും എന്തുകൊണ്ട് അനിവാര്യമായിരിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു. യേശുവിന്റെ മനുഷ്യപ്രകൃതി നമ്മൾ 3 പോയിന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. നമുക്ക് പകരം അനുസരണപൂർണനാകേണ്ടതിന്, നമ്മുടെ പാപങ്ങൾക്ക് പകരമായി പ്രായശ്ചിത്തയാഗമാകേണ്ടതിന്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനാകേണ്ടതിന്, ഇതിനൊക്കെയും യേശുവിൻ്റെ യഥാർത്ഥ മനുഷ്യപ്രകൃതി ഇനവിറ്റബിൾ ആയിരുന്നു, അനിവാര്യമായിരുന്നു. 4, ദൈവിക പദ്ധതി പൂർത്തീകരിക്കേണ്ടതിന്, അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്ന് പറഞ്ഞ് ആരംഭിച്ചതാണ്. ദൈവിക പദ്ധതി, സകലത്തിന്മേലും വാഴുവാൻ മനുഷ്യനെ ദൈവം നിർമ്മിച്ചു. ഉൽപ്പത്തി പുസ്തകം 1:26 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. വാഴുവാനായിട്ടാണ് മനുഷ്യനെ ആക്കി വെച്ചത്. ഉൽപ്പത്തി 1:28 പറയുന്നു, സകല ഭൂചര ജന്തുവിന്മേലും, അതായത് ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീനെന്ന് അവരോട് കൽപ്പിച്ചു. എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 8-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, എന്നാൽ ഇപ്പോൾ സകലതും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്നു. എബ്രായ ലേഖനകർത്താവ് നമ്മൾക്ക് എഴുതി അറിയിക്കും. സങ്കീർത്തനം 8-5-6 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആ വചനഭാഗം ഉദ്ധരിച്ചിട്ട് എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. സകലത്തിന്മേലും വാഴുക എന്നതായിരുന്നു മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ ദൈവത്തിന്റെ പദ്ധതി. ദാറ്റ് വാസ് ഗോഡ്സ് ഒറിജിനൽ പ്ലാൻ. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തത് നിമിത്തം വാഴുവാനുള്ള അധികാരം അവൻ നഷ്ടമാക്കി. 1-ാം മനുഷ്യനായ ആദാം ദൈവകൽപ്പന ലംഘിച്ച് നഷ്ടമാക്കിയതിന്റെ ശിക്ഷ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു ഏറ്റുവാങ്ങി. അങ്ങനെ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുകയും 1-ാം മനുഷ്യനായ ആദാം നഷ്ടമാക്കിയത് തിരികെ പ്രാപിച്ച് തന്നിൽ വിശ്വസിക്കുന്നവരെ തന്നോട് കൂടെ കൂട്ടവകാശികളാക്കുകയും ചെയ്തു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 45 മുതൽ 49 വരെയുള്ള വചനഭാഗം നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം.
നിങ്ങള് വളരെ ആഴമേറിയ ചില ആത്മീക സത്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അപ്പോസ്തലനായ പൗലോസ്. 1 കൊരിന്ത്യർ 15:45 മുതൽ 49 വരെ ഞാൻ വായിക്കാം. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ശ്രദ്ധിക്കുക, ഒന്നാം മനുഷ്യനായ ആദാം ഒടുക്കത്തെ ആദാം. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ശ്രദ്ധിക്കണം, ഇവിടെ രണ്ടാമത്തെ ആദാം എന്നല്ല പറയുന്നത്, രണ്ടാം മനുഷ്യൻ. എന്നിട്ട് തുറന്നു പറയുകയാണ്, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ അത്യഗാധമായ അർത്ഥമുള്ള ചില പദപ്രയോഗങ്ങൾ, ചില നാമങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാം മനുഷ്യനായ ആദാം, അതായത് സാക്ഷാൽ ആദാം. നമുക്കറിയാം, ആദാം ഷേത്തിന്റെയും ഹാബേലിന്റെയും കായിന്റെയും ഒക്കെ പിതാവായിരുന്ന ദൈവസൃഷ്ടിയായിരുന്ന ആദാം, ഒന്നാം മനുഷ്യനായ ആദാം. പിന്നെ അടുത്ത പറയുന്നത് ഒടുക്കത്തെ ആദാം. ഒടുക്കത്തെ ആദാം ആരാണെന്ന് നമുക്കറിയാം, ആ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശുക്രിസ്തുവിനെ പറ്റിയാണ് ഒടുക്കത്തെ ആദാം എന്ന് പൗലോസ് അവിടെ പറയുന്നത്. ഒന്നാം മനുഷ്യനായ ആദാം കൽപ്പന ലംഘിച്ചു. ഒടുക്കത്തെ ആദാം ലംഘനത്തിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങി. ഒടുക്കത്തെ ആദാം ലംഘനത്തിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങി. പിന്നെ അവിടെ പൗലോസ് പറയുന്നത് ഒന്നാം മനുഷ്യൻ, രണ്ടാം മനുഷ്യൻ. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. അതായത് നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ. ഒന്നാം മനുഷ്യൻ ആദാം, രണ്ടാം മനുഷ്യൻ ക്രിസ്തു. ഒന്നാം മനുഷ്യൻ അടിമയായി. ഒന്നാം മനുഷ്യൻ അടിമയായപ്പോൾ രണ്ടാം മനുഷ്യൻ അവകാശം തിരികെ പ്രാപിച്ചു. പറയുന്നത് ശ്രദ്ധിക്കണം. ഒന്നാം മനുഷ്യൻ വാഴുവാൻ അധികാരിയായി ആക്കി വെച്ചവൻ അത് നഷ്ടമാക്കിയപ്പോൾ രണ്ടാം മനുഷ്യൻ അവകാശം തിരികെ പ്രാപിച്ചു. അതുകൊണ്ട് നാം ക്രിസ്തുവിനോട് ചേരുമ്പോൾ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രരായി പാപമില്ലാത്ത രണ്ടാം മനുഷ്യന്റെ നിരയിൽ അവകാശികളായി മാറുകയാണ്. ഇവിടെ ഒടുക്കത്തെ ആദാം എന്ന് പറഞ്ഞതുപോലെ രണ്ടാം ആദാം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, രണ്ടാമത്തെ ആദാം എന്നല്ല പറയുന്നത്. ക്രിസ്തുവിനെ സംബന്ധിച്ച് രണ്ടാം മനുഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു രണ്ടാമത്തെ ആദാം അല്ല, രണ്ടാം മനുഷ്യനാണ്. ഒന്നാമത്തെ മനുഷ്യൻ കൽപ്പന ലംഘിച്ചു. ഒന്നാമത്തെ മനുഷ്യൻ പാപം ചെയ്തു. ഒന്നാമത്തെ മനുഷ്യൻ അടിമയായി തീർന്നു. ഒന്നാം മനുഷ്യൻ മരണയോഗ്യനായി തീർന്നു. ആകയാൽ ഒന്നാം മനുഷ്യനായ ആദാമിനോട് ചേർന്നിരിക്കുന്നവർ ആ നിരയിലായിരിക്കും. ഒന്നാം മനുഷ്യനായ ആദാമിൽ നിന്ന് ജനിച്ചവരെല്ലാം ആ നിരയിലാണ്. അതായത് സകല മനുഷ്യരും ആ നിരയിലാണ്. ആദാമിനുണ്ടായ സകല ശാപങ്ങളും അവർക്കുണ്ട്. ആദാമിനുണ്ടായ സകല നഷ്ടങ്ങളും അവർക്കുണ്ട്. ആദാം നഷ്ടമാക്കിയ നഷ്ടങ്ങളെല്ലാം അവർക്കും നഷ്ടമാണ്. ആദാമിന്റെ മരണം അവരിലേക്കും പകരപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ രണ്ടാം മനുഷ്യൻ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ച്, ലേഖനത്തിൽ പറയുന്നുണ്ട്, അനുസരണം പഠിച്ച് തികഞ്ഞവനായി. കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ച്. രണ്ടാം മനുഷ്യനിൽ പാപമില്ല. രണ്ടാം മനുഷ്യൻ സ്വതന്ത്രനാണ്. രണ്ടാം മനുഷ്യൻ അവകാശിയാണ്. രണ്ടാം മനുഷ്യൻ അധികാരിയാണ്. സകലത്തിന്മേലും വാഴുവാൻ അധികാരം തിരികെ പ്രാപിച്ചു. രണ്ടാം മനുഷ്യൻ ജീവിപ്പിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, ജീവിപ്പിക്കുന്ന ആത്മാവായി. രണ്ടാം മനുഷ്യൻ ജീവിപ്പിക്കുന്നു.
അതുകൊണ്ട് ഒന്നാം മനുഷ്യനെ വിട്ട് നാം രണ്ടാം മനുഷ്യനോട് ചേരുമ്പോൾ, ഒന്നാം മനുഷ്യന്റെ നിരയിൽ നാം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നാം സ്വാഭാവികമായിട്ടും ഒന്നാം മനുഷ്യന്റെ നിരയിൽ ജനിക്കുന്നു. നാം എല്ലാവരും മരിച്ചവരായിരുന്നു. എന്നാൽ ആ ഒന്നാം മനുഷ്യനെ വിട്ട് നാം ക്രിസ്തുവിനോട് ചേരുമ്പോൾ, അതായത് രണ്ടാം മനുഷ്യനോട് ചേരുമ്പോൾ, നമ്മൾ പാപമില്ലാത്ത മറ്റൊരു റേസ്, മറ്റൊരു വംശത്തിലായി തീരുകയാണ്. നിങ്ങളെ സ്കൂളിലൊക്കെ അസംബ്ലിക്കൊക്കെ നിൽക്കുന്നത് ഒന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്തേ. ഏഴാം ക്ലാസ് എ ഡിവിഷനും 7ാം ക്ലാസ് ബി ഡിവിഷനും. എ ഡിവിഷൻ ആദാമിന്റെ വംശാവലി ഇങ്ങനെ നിൽക്കുക എന്ന് ചിന്തിച്ചേ. ആ നിരയിൽ നിൽക്കുന്നവരെല്ലാം പരാജയപ്പെട്ടവര്, ആ നിരയിൽ നിൽക്കുന്നവരെല്ലാം മരിച്ചവരായിരിക്കുന്നവര്. ഇവിടെ മുന്നിൽ ബി ഡിവിഷന്റെ മുന്നിൽ ഒരു ലീഡർ നിൽക്കുക, ജയാളിയായി നിൽക്കുക. മറ്റേടത്തുനിന്ന് ഓരോരുത്തര് ഇവിടേക്ക് വരുന്നവര് ആ ജയാളികളുടെ നിരയിൽ വരികയാണ്. ഒന്നാം മനുഷ്യനെ വിട്ട് ആദമിനെ ഉപേക്ഷിച്ച് രണ്ടാം മനുഷ്യനോട് ചേരുമ്പോൾ നാമും ജീവനുള്ളവരായി മറ്റൊരു റേസ് ആകുകയാണ്. നാമും ജീവനുള്ളവരായി തീരുക, നാമും അവകാശികളായി തീരുകയാണ്. ക്രിസ്തുവിനോട് കൂടെ നാമും കൂട്ടവകാശികളായി തീരുകയാണ്. പൗലോസ് പറയുന്നുണ്ട് 15-ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ 15:22 പറയുന്നു, ആദാമിൽ എല്ലാവരും മരിക്കുന്നു. ആദാമിൽ എല്ലാവരും മരിക്കുന്നു. മരിച്ചവരാണ്. ആദാമിൽ എല്ലാവരും മരിച്ചവരായിരുന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ ആശയം പൗലോസ് കുറെ കൂടെ വ്യക്തമാക്കുന്നുണ്ട്. റോമർ 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, റോമർ 5:12. നിങ്ങൾ ആ വാക്യം നോട്ട് ചെയ്തോ? സമയക്കുറവുകൊണ്ട് ഞാൻ തന്നെ വായിച്ചു പോകാം. റോമർ 5:12 പറയുന്നുണ്ട്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആദാമിൽ എല്ലാവരും മരിക്കുന്നു. 1 കൊരിന്ത്യർ 15:22 റോമാലേഖനത്തിൽ പറയുകയാണ്, ആദാം എന്ന ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്താൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. റോമർ 5:15 വാക്യത്തിൽ പറയുന്നുണ്ട്, റോമർ 5:15 അതിന്റെ ബി പാർട്ട്, ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. അതുപോലെ തന്നെ 16-ാം വാക്യത്തിന്റെ ബി പാർട്ട്, ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. 17-ാം വാക്യത്തിൽ 5:17 റോമർ 5:17, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു. ഇവിടെ ഏകൻ എന്ന് പറയുന്ന ആരെയാ? ഒന്നാം മനുഷ്യനായ ആദാമിനെ പറ്റിയാ. 18-ാം വാക്യത്തിലും 5:18 വാക്യത്തിലും ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു. ഈ വാക്യങ്ങളെല്ലാം ഒന്നാം മനുഷ്യനായ ആദാമിന്റെ ലംഘനത്താൽ സകല മനുഷ്യരും ന്യായപ്രമാണത്തിന്റെ ശിക്ഷയ്ക്ക് അടിമകളായി മരിച്ചവരായി ഈ ഭൂമിയിൽ ജീവിക്കുകയാണെന്ന് വ്യക്തമാക്കുന്നു. ഇവിടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ സകല മനുഷ്യരും മരിച്ചവരായി ഭൂമിയിലേക്ക് വരികയാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരാണ് ജീവൻ പ്രാപിക്കുന്നത്. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ ചെന്നിട്ട് നാമും ജീവനുള്ള കല്ലുകളായി തീരുകയാണ്. ഹവാർഡ് ഹെൻഡ്രിക്സ് എന്ന് പറഞ്ഞ ഒരു തിയോളജിയൻ പറഞ്ഞിട്ടുണ്ട്. ഹവാർഡ് ഹെൻഡ്രിക്സ് അദ്ദേഹം പറഞ്ഞു, മോസ്റ്റ് പീപ്പിൾ തിങ്ക് ദാറ്റ് വി ആർ ഇൻ ദ ലാൻഡ് ഓഫ് ദ ലിവിംഗ്, ബട്ട് ഇൻ ട്രൂത്ത് വി ആർ ഇൻ ദ ലാൻഡ് ഓഫ് ദ ഡെഡ് ഹെഡിങ് ടുവേഴ്സ് ദ ലാൻഡ് ഓഫ് ദ ലിവിംഗ്. മിക്കപേരും ചിന്തിക്കുന്നു നാം ജീവനുള്ളവരുടെ ദേശത്താണെന്ന്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല, നാം മരിച്ചവരുടെ ലോകത്തിലേക്കാണ് വരുന്നത്. എന്നാൽ ഭക്തന്മാരെ പറ്റി അവിടെ അദ്ദേഹം പറയുന്ന ഇതാണ്, അവർ മരിച്ചവരുടെ ലോകത്തിൽ നിന്നും ജീവനുള്ളവരുടെ, ഒരു ഭക്തൻ മരിക്കുമ്പോൾ അവൻ മരിച്ചവരുടെ ലോകത്ത് നിന്ന് ജീവനുള്ളവരുടെ ലോകത്തേക്ക് പ്രവേശിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മരിച്ചവരായി ഈ ഭൂമിയിൽ വരികയാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ തന്നെ 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ആശയം പൗലോസ് കുറെ കൂടെ വ്യക്തമാക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം
യഥാർത്ഥ മനുഷ്യപ്രവൃത്തി എന്തുകൊണ്ട് അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അത് പറഞ്ഞങ്ങ് പോകാമെന്ന് ചിന്തിച്ചിട്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ഈ വിഷയങ്ങളോട് പറയുകയാണ്. 7-ാം അധ്യായത്തിലേക്ക് വരാം. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടെ ഇരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ട നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഇവിടെ ഒരു വിവാഹ ഉടമ്പടിയിൽ ഒരു ഭർത്താവുമായി ബന്ധപ്പെട്ടവൾ ആ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് മറ്റൊരുത്തന് ഭാര്യയാകുന്നുവെങ്കിൽ പൗലോസ് പറയുകയാണ്, അവൾക്ക് വ്യഭിചാരിണി എന്ന് പേര് വരും. ഇവിടെ ഭർത്താവായി വരച്ചു കാട്ടുന്നത് ആരെയാണ്? ആരാണ് ഭർത്താവ് ഇവിടെ? ന്യായപ്രമാണത്തെയാണ് ആദ്യ ഭർത്താവായിട്ട് പറയുന്നത്. ന്യായപ്രമാണത്തെയാണ് ഭർത്താവ് എന്ന് പറയുന്നത്. ഇവിടെ വിവാഹ ഉടമ്പടിയിൽ ഒരു ഭർത്താവുമായി ബന്ധപ്പെട്ടവൾ അവളുടെ ഭർത്താവ് മരിച്ചാൽ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളാകും. ന്യായപ്രമാണത്തിൽ ഒഴിവുള്ളവളാകാൻ അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നു, ഭർത്താവ് മരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് അരുളി ചെയ്തിരിക്കുന്ന മത്തായി 5:32 19:9 മത്തായി 5:32 19:9 പരസംഗ ഹേതുവായിട്ട് പങ്കാളി പരസംഗം ചെയ്തു എന്ന ബോധ്യമുണ്ടെങ്കിൽ വിവാഹ ഉടമ്പടിയിൽ നിന്ന് മോചനം നേടാം. അപ്പോൾ എന്നാൽ ന്യായപ്രമാണം എന്ന് പറയുന്ന ഉത്തമ പുരുഷൻ അവിശ്വസ്തത കാട്ടില്ല. ന്യായപ്രമാണം എന്ന ഉത്തമ പുരുഷൻ അവിശ്വസ്തത കാട്ടില്ല. ഇനി ന്യായപ്രമാണം മരിക്കുമോ? ന്യായപ്രമാണം വിശ്വസ്തതയുടെ പ്രമാണമാണ്, അതുകൊണ്ട് അവിശ്വസ്തത കാട്ടില്ല. പിന്നെന്താ, ന്യായപ്രമാണം മരിക്കുവോ? ന്യായപ്രമാണം മരിക്കുവോ? നമ്മുടെ കർത്താവ് വന്നത് കൊണ്ട് ന്യായപ്രമാണം മരിക്കുവോ? ഇല്ല. കാരണം നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മത്തായി 5:18 സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ ഉടമ്പടിയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ എന്താ മാർഗം? അവിശ്വസ്തത. ഈ ഭർത്താവ് അവിശ്വസ്തത കാണിക്കുന്നവനല്ല, ഈ ഭർത്താവ് മരിക്കുന്നവനുമല്ല. ഭർത്തൃന്യായ പ്രമാണത്തിൽ നിന്ന്, ന്യായപ്രമാണം എന്ന ഭർത്താവുമായിട്ടുള്ള ആ ഭർത്തൃന്യായ പ്രമാണത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ എന്താ മാർഗം? ന്യായപ്രമാണം മരിച്ചിട്ട് നടക്കത്തില്ല. പിന്നെ എന്താ മാർഗം? ഇവിടെ പൗലോസ് പറയുന്നുണ്ട്, പൗലോസ് അത് പറഞ്ഞിട്ടുണ്ട്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരുവനാകേണ്ടതിന് നാം എന്തോ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? നാം മരിക്കണം. ഭാര്യ മരിക്കണം. ഭർത്താവ് മരിക്കില്ല. പിന്നെ ഉടമ്പടി അവസാനിക്കണമെങ്കിൽ ഭാര്യ മരിക്കണം. അതേ ഉള്ള മാർഗം. അത് സംബന്ധിച്ചാണ് 7:4 വാക്യത്തിൽ പറയുന്നത്. റോമാലേഖനം 7:4 പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നിങ്ങളോ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊരിന്തിലുള്ള വിശുദ്ധന്മാരോടാ. നമ്മൾ വിശുദ്ധന്മാരാണെങ്കിൽ, മരിച്ചവരാണെങ്കിൽ നമ്മളോട് പരിശുദ്ധാത്മാ പറയുക, നിങ്ങളും മരിച്ചിരിക്കുന്നു. ന്യായപ്രമാണ സംബന്ധമായി മരിക്കാത്തവന്
മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ മറ്റൊരുവന് ഭാര്യയാകുവാൻ സാധിക്കുന്നില്ല. അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് 6-ാം അധ്യായത്തിൽ, റോമാലേഖനം 6-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. റോമർ 6:3 പറയുന്നത്, നാം എല്ലാവരും വായിച്ചോ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നോക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത് നാം എല്ലാവരും യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായിരിക്കുന്നു എന്ന് വിശുദ്ധന്മാരെ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഗലാത്യർ 2:20 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണെന്ന്. നാം എല്ലാവരും യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നവർ, അവരെ സംബന്ധിച്ച് 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ പാപസംബന്ധമായി മരിച്ചവരാകുന്നു. പാപത്തിൽ മരിച്ചവരല്ല. പണ്ട് നിങ്ങൾ പാപത്തിൽ മരിച്ചവരായിരുന്നു, എന്നാൽ ഇപ്പോൾ പാപസംബന്ധമായി മരിച്ചവരാകുന്നു. അങ്ങനെ പാപസംബന്ധമായി മരിച്ചവർ ന്യായപ്രമാണം എന്ന ഭർത്താവിനോടുള്ള ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാകും. അങ്ങനെ ഒടുക്കത്തെ ആദാമിനോട് ചേർന്ന് മരിച്ചവർ, അതായത് ക്രിസ്തുവിന്റെ ക്രൂശിൽ ഞാനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കരുതുന്നവർ അല്ല. പൗലോസ് ഗലാത്യർ 2:20 എന്താ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ എന്നെയും ക്രൂശിക്കപ്പെട്ടവനായി ഞാൻ എണ്ണുന്നുവെങ്കിൽ, അങ്ങനെ ഒടുക്കത്തെ ആദാമിനോട് ചേർന്ന് മരിച്ചവർ ഒന്നാമത്തെ ആദാമിന്റെ ലംഘനത്താലുള്ള ശിക്ഷാവിധിയിൽ നിന്നും മോചിതരായിത്തീരുന്നു. ഒടുക്കത്തെ ആദാമിനോട് ചേർന്ന് വിശ്വാസത്താൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നവർ മാത്രമാണ്, ഒടുക്കത്തെ ആദാമിനോട് ചേർന്ന് ക്രൂശിക്കപ്പെട്ടവർ മാത്രമാണ് ഒന്നാമത്തെ ആദാമിനോടുള്ള ബന്ധം അവസാനിപ്പിച്ച്, ന്യായപ്രമാണത്തോടുള്ള ബന്ധം അവസാനിച്ച് ശാപമുക്തരായി 2-ാം മനുഷ്യനായ ക്രിസ്തുവിന്റെ നിരയിലേക്ക് വരുന്നത്. അവര് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് ക്രിസ്തുവിന്റെ ശരീരം സംബന്ധിച്ച്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം അക്ഷരാർത്ഥത്തിൽ നാം മരിക്കുകയല്ല, വിശ്വാസത്താൽ. ഗലാത്യർ 5:24 എന്താണ് പറയുന്നത്? ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. Those who belong to Christ Jesus have crucified their sinful nature with its passions and desires. നമ്മുടെ ആശ ഇച്ഛകൾ അടങ്ങുന്ന ഈ ജഡ സ്വഭാവമുള്ള ഈ പ്രകൃതത്തെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നെങ്കിൽ മാത്രമേ 2-ാം മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ നിരയിൽ നമുക്ക് വരാനൊക്കത്തുള്ളൂ. ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നുവെങ്കിൽ ഇനി മറ്റൊരു ഭർത്താവിനോട് ചേരുവാൻ തടസ്സമില്ല. അതായത് 2-ാം മനുഷ്യനോട് ചേരുവാൻ തടസ്സമില്ല. 2-ാം മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണ്, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. 2-ാം മനുഷ്യൻ പാപമില്ലാത്തവൻ. നാം പാപത്താൽ മരിച്ചവന്റെ നിരയിൽ നിന്നും, പാപത്താൽ മരിച്ച ആദാമിന്റെ നിരയിൽ നിന്നും ജീവനുള്ളവന്റെ നിരയിലേക്ക് വന്നിരിക്കൊണ്ട്, റോമാലേഖനം 8:1 പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഒക്കെ കാണാതെ പഠിച്ചാൽ പോരാ. ആ നിലയിൽ നാം കൗണ്ട് ചെയ്യണം. നമ്മെ തന്നെ ആ നിലയിൽ നാം ആയിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ നിലയിൽ നാം നമ്മെ തന്നെ കണക്കിടുമ്പോഴാണ് നമുക്ക് 2-ാം മനുഷ്യനോട് ചേരുവാൻ പറ്റുന്നത്. 2-ാം മനുഷ്യൻ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ചു. 2-ാം മനുഷ്യനിൽ പാപമില്ല. 2-ാം മനുഷ്യനിൽ പാപമില്ല. 2-ാം മനുഷ്യൻ സ്വതന്ത്രനാണ്. 2-ാം മനുഷ്യൻ അവകാശിയാണ്, അധികാരിയാണ്. 2-ാം മനുഷ്യൻ ജീവിപ്പിക്കുന്നു. അതുകൊണ്ട് 1-ാം മനുഷ്യനെ വിട്ട് നാം 2-ാം മനുഷ്യനോട് ചേരുമ്പോൾ, ഞാൻ പറഞ്ഞതൊന്നുകൂടെ ആവർത്തിക്കുന്ന, നാം മറ്റൊരു റേസ്, മറ്റൊരു വംശത്തിലായി തീരുകയാണ്. നാമും ജീവനുള്ളവരായി തീരുകയാണ്. ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ വ്യാപരിച്ചിട്ട് നാമും ജീവനുള്ളവരായി തീരുകയാണ്. നാമും അവകാശികളായി തീരുകയാണ്. ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളായി തീരുകയാണ്. ക്രൂശിൽ യാഗമായി മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു
തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. 28:18. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ അധികാരിയായവന്റെ വംശത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ്. എഫേസ്യർ 1:22 പറയുന്നു, സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. എഫേസ്യർ 1:22 സർവവും ക്രിസ്തുവിന്റെ കാൽ കീഴാക്കിയിരിക്കുകയാണ്. അങ്ങനെ അധികാരിയായി വാഴുന്നവൻ, സകലതും തന്റെ കേൾക്കീഴാക്കി വെച്ചിരിക്കുന്നവൻ. വെളിപ്പാട് പുസ്തകം 3:21 അവൻ വാഗ്ദത്തം ചെയ്യുന്നു, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അവസാനിക്കുമ്പോൾ പരാജയപ്പെട്ട ഒന്നാം മനുഷ്യനായ ആദാമിന്റെ ചിത്രമാണെങ്കിൽ അതിന്റെ തുടർച്ച നമ്മൾ കാണുന്നത് ജയാളിയായി തീർന്ന, പിശാചിന്റെ പരീക്ഷകളെ ജയിച്ച ജയാളിയായി തീർന്ന ക്രിസ്തുവിന്റെ ചിത്രമാണ്. കർത്താവ് വാഗ്ദത്തം ചെയ്യുക, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകും. സകലത്തിന്മേലും വാഴുവാൻ നാം ക്രിസ്തുവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കും. ഈ ഭാഗം ഒത്തിരി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ സിലബസ് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. നാം അവനോടുകൂടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ ന്യായം വിധിക്കും. ഒരു നിലനിന്ന് പറയുന്നുണ്ട്, നാം ദൂതന്മാരെ വിധിക്കുമെന്ന്. അത്രമാത്രം നാം അധികാരികളായി മാറും. 1 കൊരിന്ത്യർ 6:2-3 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:2-3 വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐകാര്യങ്ങളെ എത്രയധികം. അപ്പൊ ദൂതന്മാരെ വരെ വിധിക്കുവാൻ അധികാരമുള്ള ആ അധികാരത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും. എപ്പോഴാ? ദൈവത്തിന്റെ ആ പരമമായ പദ്ധതി വാഴുവാൻ അധികാരിയായി നിർമ്മിച്ചവൻ, അവനെ ആ പദവിയിലേക്ക് ഉയർത്തുവാൻ ഒരു മനുഷ്യനായി ദൈവം ഈ ഭൂമിയിൽ വരേണ്ടി വന്നു. യേശുവിന്റെ യഥാർത്ഥ മനുഷ്യപ്രകൃതി, ആ ദൈവിക പദ്ധതി, സകലത്തിന്മേലും വാഴുവാൻ മനുഷ്യനെ നിർമ്മിച്ച ആ പദ്ധതി പൂർത്തീകരിക്കേണ്ടതിന് അനിവാര്യമായിരുന്നു. അടുത്തത്, നമുക്ക് മാതൃകയാകേണ്ടതിന് യേശുവിന്റെ മനുഷ്യപ്രകൃതി അനിവാര്യമായിരുന്നു. നമുക്ക് ഈ ഭൂമിയിൽ വിശുദ്ധന്മാരായി ജീവിക്കുവാൻ ദൈവപുത്രൻ മനുഷ്യനായി ജീവിച്ച് മാതൃക കാട്ടിത്തന്നു. യേശു നടന്ന വഴിയിൽ നാം നടക്കണം, ഒരു കാര്യത്തിൽ ഒഴികെ. എന്താണ്? പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ലാത്തത് കൊണ്ട് നാം ആരും യേശുവിനെ പോലെ പ്രായശ്ചിത്തയാഗമാകേണ്ടതില്ല. കാരണം യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയാണ്. അപ്പം ഏകയാഗത്താൽ, എബ്രായർ 10-ാം അധ്യായത്തിലുള്ള വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആരും യാഗമാകേണ്ടത് ആവശ്യമില്ല. എന്നാൽ ദൈവം നമ്മെ തന്റെ വിശുദ്ധ വിളിയാൽ സ്വന്തം ജനമാക്കി തീർത്തിരിക്കുന്നത് നാം ഈ ലോകത്തിൽ നമ്മുടെ കർത്താവ് കാട്ടിയ പാതയിലൂടെ നടക്കുവാൻ വേണ്ടിയാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ അനുകാരികളാകുവിൻ. 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ അനുകാരികളാകുവിൻ. അപ്പം കർത്താവിന്റെ അനുകാരികളായിരിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മക്കള് പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കാൻ പറയുന്നുണ്ട്. അപ്പം പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, 1 പത്രോസ് 2:21, 1 പത്രോസ് 2:21 നോട്ട് ചെയ്യുക. 1 പത്രോസ് 2:21, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. എബ്രായർ 12:2-3 വാക്യങ്ങൾ. എബ്രായർ 12:2-3 വാക്യങ്ങൾ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടക്കാതിരിപ്പാൻ പാപുകളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ഫിലിപ്പിയർ 3:10-11 വാക്യങ്ങൾ. അവിടെ അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നു, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോടനുരൂപപ്പെട്ടിട്ട്
അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേയനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറം നിണ്ണുന്നു. ഫിലിപ്പിയർ 3:10-11. എല്ലാം ഉപേക്ഷിച്ച് ചവറം നിണ്ണുന്നു. തനിക്ക് പ്രശംസിപ്പാനുള്ള കുറെ കാര്യങ്ങൾ മുകളിൽ പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത് എല്ലാം ചവറം നിണ്ണുന്നു. ക്രിസ്തീയ വിശ്വാസ മാർഗം എന്നാൽ ശിഷ്യത്വത്തിന്റെ പാതയാണ്. ഗുരുവിനെ പോലെയാകുവാനുള്ള പരിശ്രമമായിരിക്കണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഗുരുവാകുന്ന ക്രിസ്തു നടന്ന പാതയിൽ തന്നെ നടക്കുവാനുള്ള സമർപ്പണവും നിരന്തര പരിശ്രമവുമായിരിക്കണം ക്രിസ്തു വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തു നിമിത്തം തനിക്ക് ലാഭമായിരുന്നതൊക്കെ ഉപേക്ഷിച്ച് അതൊക്കെ ചവറം നെണ്ണുവാൻ കാരണമായത്. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നുവെന്ന് ധൈര്യത്തോടെ പറയുവാൻ പൗലോസിന് സാധിച്ചിരുന്നു. തന്നെ പോലെ മറ്റുള്ളവരും ക്രിസ്തുവിന്റെ അനുകാരികളാകുവാൻ താൻ പ്രബോധിപ്പിച്ചിട്ടുമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൽ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 12:24 മുതൽ 26 വരെ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തന്റെ ജീവനെ പകരുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനെ വിരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഓക്കെ, നമ്മുടെ കർത്താവിന്റെ അരുളപ്പാടാണ്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഇക്കഡോർ എന്ന് പറയുന്ന പസഫിക് ഓഷനിലുള്ള ഇക്കഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഹൗറാനി എന്നൊരു ജനവിഭാഗം കാനിബൽസ് ആയിരുന്നു. മനുഷ്യനെ പോലും തിന്നുന്ന അപരിഷ്കൃതരായ ഒരു ജനസമൂഹമായിരുന്നു. അവരോട് സുവിശേഷം അറിയിക്കുവാൻ ജിം എലിയറ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മിഷണറി യുവാവ് പോയ ചരിത്രം. ജിം എലിയറ്റിന്റെ പേര് നിങ്ങൾക്ക് പലർക്കും അറിയാതിരിക്കും. ജിം എലിയറ്റ് പോകുമ്പോൾ ജിം എലിയറ്റിന് 25 വയസ്സേ ഉള്ളൂ പ്രായം. ഈ ഹുറാനി എന്ന് പറയുന്ന ജനവിഭാഗത്തെ ഔക്ക ജാതിക്കാരെന്നാണ് പൊതുവെ വിളിച്ചിരുന്നത്. ഔക്ക എന്നുള്ള വാക്കിന് സാവേജ് എന്നാണ് അർത്ഥം. നിഷ്ഠൂരൻ, മനുഷ്യത്വമില്ലാത്തവൻ, കിരാതൻ, പ്രാകൃതൻ എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ നിഷ്ഠൂരന്മാരായ കിരാതന്മാരായ ആ ജാതികളുടെ അടുക്കലേക്ക് 25 വയസ്സുള്ള ജിം എലിയറ്റ് എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാര്, ബന്ധുക്കള് എല്ലാവരും വിലക്കി. മാത്രമല്ല സഭയുടെ പാസ്റ്റർ പോലും വിലക്കി. 80 വയസ്സിനടുത്ത് പ്രായമുള്ള പാസ്റ്റർ പറഞ്ഞു, നിന്നെ അവര് തിന്നുകളയെന്ന് പറഞ്ഞപ്പോ ജിം എലിയറ്റ് പറഞ്ഞത് ഇതാണ്: പാസ്റ്റർ ഇത്രയും പ്രായമായില്ലേ, ഇനി അധികം നാൾ കഴിയുമ്പോൾ പാസ്റ്റർ മരിക്കും, പാസ്റ്ററിനെ തിന്നുന്നത് പുഴുക്കളായിരിക്കും, എന്നെ മനുഷ്യരല്ലേ തിന്നുന്നത്, തിന്നുകൊള്ളട്ടെന്ന് പറഞ്ഞ അദ്ദേഹം പോയത്. അത്ര വലിയ ഒരു സമർപ്പണമായിരുന്നു. തന്റെ ജീവനെ കൊടുക്കുവാൻ സമർപ്പണത്തോടെ ഇക്വഡോറിലേക്ക് പോയ ജിം എലിയറ്റും അദ്ദേഹത്തിന്റെ കൂടെ 4 യൗവനക്കാർ വേറെ ഉണ്ടായിരുന്നു. 1956 ജനുവരി മാസം 8-ാം തീയതി ഔക്ക ജാതിക്കാരായ ഒരു സമൂഹം ഇവരെ ആക്രമിക്കുകയും കുന്തം കുത്തിയിറക്കി അതിക്രൂരമായി ജിം എലിയറ്റിനെയും കൂടെ ഉണ്ടായിരുന്ന സുവിശേഷകന്മാരെ, മിഷണറിമാരെയും കൊന്നുകളയുകയും ചെയ്തു. ജിം എലിയറ്റ് പോകുമ്പോൾ ജിം എലിയറ്റിന്റെ വൈഫ് എലിസബത്ത് എലിയറ്റ് പ്രഗ്നന്റ് ആയിരുന്നു. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെയുള്ളൊരു ഭാര്യയായിട്ട് പോവുകയില്ല.
ആ ഭാര്യയുടെ സമർപ്പണമായിരുന്നു അവരാ സുവിശേഷകനെ അയച്ചത്. നോക്കൂ, ജിമ്മലിയേറ്റ് കൊല ചെയ്യപ്പെട്ടു. ജിമ്മലിയേറ്റ് തുടങ്ങി വെച്ച സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ തുറന്ന ചില ധീരന്മാരായ സുവിശേഷകന്മാർ തുറന്നുകൊണ്ടിരുന്നു. 56 ജനുവരി 8 ജിമ്മലിയേറ്റ് കൊല ചെയ്യപ്പെട്ടു. 58 ഒക്ടോബറിൽ എലിസബത്ത് എലിയറ്റ് കഷ്ടിച്ച് 3 വയസ്സിൽ താഴെ പ്രായമുള്ള തങ്ങളുടെ മകൾ വലേറിയയും ജിമ്മലിയറ്റിനോടുകൂടെ കൊല ചെയ്യപ്പെട്ട മിഷണറി നാത്തേ സെയിന്റ് എന്ന് പറയുന്ന ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു, നാത്തേ സെയിന്റ്. അദ്ദേഹത്തിന്റെ സഹോദരൻ റേച്ചൽ സെയിന്റിനോടും കൂടെ എക്വഡോറിലേക്ക് പോവുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ, എലിസബത്തിന്റെ ഭർത്താവിനെ, റേച്ചൽ സെയിന്റിന്റെ സഹോദരനെ ആ കൊന്ന ആ ജാതിക്കാർ, ഔക്ക ജാതിക്കാരുടെ അടുത്തേക്ക് തന്നെ ഈ സഹോദരിമാർ പോവുകയാണ്. അവിടെ അവർക്ക് സഹായത്തിനായിട്ട് ദൈവം ആ ഗോത്രവർഗക്കാരിയായ ദയൂമ എന്ന പേരുള്ള ഒരു യുവതിയെ ഒരുക്കി. ദയൂമ എന്ന പേരുള്ള ഒരു യുവതിയെ അവരുടെ സഹായത്തിനായിട്ട് ഒരുക്കി. ദയൂമയിൽ നിന്ന് ആ ജാതിക്കാരുടെ ഭാഷ ഇവർ പഠിച്ചു. അവരോട് സുവിശേഷം അറിയിക്കുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചും സകലതും ക്ഷമിക്കുവാനുള്ള ആ ദിവ്യ സ്വഭാവത്തെക്കുറിച്ചും എലിസബത്ത് എലിയറ്റും റേച്ചൽ സെയിന്റും പഠിപ്പിച്ചു. നിങ്ങൾ നോക്കുക, അവരുടെ പ്രവർത്തന ഫലമായി യേശു ക്രിസ്തുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട വിശ്വാസികളിൽ, ആദ്യ വിശ്വാസികളിൽ ഒരാൾ ഔക്ക ജാതിക്കാരനായ മിൻകായെ എന്ന പേരുള്ള ഒരു യുവാവായിരുന്നു. മിൻകായെ ജിമ്മലിയറ്റിനോടൊപ്പം കൊല ചെയ്യപ്പെട്ട നേറ്റേ സെയിന്റിന്റെ മകൻ, നേറ്റേ സെയിന്റിനെയും എഡ് മക്കളെ എന്ന് പറയുന്ന ഒരു സുവിശേഷകനെയും കുന്തമറക്കി കൊന്നത് മിൻകായെ ആയിരുന്നു. പിൽക്കാലത്ത് നാറ്റേ സെയിന്റിന്റെ മകൻ സ്റ്റീവിനെ ഈ മിൻകായെ സ്വന്തം മകനെ പോലെ കരുതി. മാത്രമല്ല, അവനെ സ്നാനപ്പെടുത്തിയത്, അപ്പനെ കുന്തമറക്കി കൊന്ന മിൻകായെയാണ് നാറ്റേ സെയിന്റിന്റെ മകൻ സ്റ്റീവിനെ സ്നാനപ്പെടുത്തിയത്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം, സ്റ്റീവ് സെയിന്റും മിൻകായയും കൂടെ നിരവധി വേദികളിൽ സുവിശേഷം അറിയിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പനെ കൊല ചെയ്തവൻ സ്റ്റീവിനെ സ്നാനപ്പെടുത്തുന്നു. അവനോടുകൂടെ യൂറോപ്പിലും അമേരിക്കയിലും അനേകം വേദികളിൽ ക്രിസ്തുവിന്റെ സുവിശേഷമായി കടന്നു പോകുവാൻ തക്കവണ്ണം മിൻകായ എന്നുള്ള ആ പേരുള്ള ഔക്ക ഗോത്രക്കാരനായ കിരാതനായിരുന്ന ഒരു യുവാവിനെ ദൈവം രൂപാന്തരപ്പെടുത്തി. ജിമ്മലിയറ്റിനെ 4 സ്നേഹിതന്മാരുടെയും ജീവൻ അനേകർക്ക് നിത്യജീവനിലേക്ക് വഴി തുറക്കുവാൻ മുഖാന്തരമായി. കർത്താവ് പറഞ്ഞില്ലേ, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. പ്രിയരെ, ജിമ്മലിയറ്റ് കൊല ചെയ്യപ്പെടുന്നതിന്റെ തലേ ദിവസം രാത്രിയിൽ അദ്ദേഹം തന്റെ ഡയറിയിൽ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 24-ാം വാക്യം ഇങ്ങനെ എഴുതി. ലൂക്കോസ് 9:24, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഈ വാക്യം എഴുതിയിട്ട് അതിന് അടിക്കുറിപ്പായിട്ട് ജിമ്മലിയറ്റ് ഇങ്ങനെ എഴുതി, He is no fool who gives what he cannot keep to gain what he cannot lose. ആവർത്തിക്കാം, He is no fool who gives what he cannot keep to gain what he cannot lose. ഒരിക്കലും നഷ്ടമാകുവാൻ സാധ്യമല്ലാത്തതിനെ നേടുവാനായി തനിക്ക് സൂക്ഷിച്ചു വെക്കുവാൻ കഴിയാത്തതിനെ ഉപേക്ഷിച്ച് കളയുന്നവൻ മൂഢനല്ല. ഒരിക്കലും നഷ്ടമാകുവാൻ സാധ്യമല്ലാത്തത് നിത്യജീവനാണ്. ആ നിത്യജീവനെ നേടുവാനായി സൂക്ഷിച്ചു വെക്കുവാൻ കഴിയാത്തത് ഈ ലോകത്തിലെ ഈ ജീവനാണ്. അതിനെ ഉപേക്ഷിച്ച് കളയുന്നവൻ മൂഢനല്ല എന്ന്. ജിമ്മലിയറ്റിനെ പോകുന്നതിന് തടഞ്ഞ പാസ്റ്ററിന്റെ പേര് ഇന്ന് ആർക്കും അറിയത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മിസ്രൈമിൽ ഒരു ഫറവോൻ പറഞ്ഞു, എബ്രായർക്കുണ്ടാകുന്ന ആൺകുട്ടികളെ എല്ലാം കൊന്നുകളയാൻ പറഞ്ഞു. ആ ഫറവോന്റെ പേര് ആർക്കും അറിയത്തില്ല. പക്ഷേ അന്ന്
അവരെ ജീവനോടെ രക്ഷിച്ച 2 പെണ്ണുങ്ങളുണ്ട്. അവരുടെ ജോലി വെറും മിഡ്വൈഫ്, ചെറിയ ജോലി ചെയ്ത പെണ്ണുങ്ങളാണ്. പക്ഷെ അവരുടെ പേര് 3500 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ പേര്? നാക്കലിരിക്കുക. ഫറവോന്റെ പേരറിയാമോ? എത്രയോ ഫറവോന്മാർ വന്നു. ഗ്രേറ്റ് ഹൗസ് എന്നാണ് ഫറവോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഫറവോൻ എന്ന വാക്കിന്റെ അർത്ഥം ഗ്രേറ്റ് ഹൗസ് എന്നേ ഉള്ളൂ. അത് ഫറവോൻ എന്നുള്ള ഒരു ടൈറ്റിലാ. അനേകം ഫറവോന്മാർ ജീവിച്ചിരുന്നു, അവരുടെ ആരുടെ പേരില്ല. അതുപോലെ തന്നെ നോക്കുക, ജിം എലിയറ്റിന്റെ പേരെന്ന് ലോകം ഓർക്കുന്നു. തനിക്ക് സൂക്ഷിച്ചു വെക്കുവാൻ നഷ്ടമാകുവാൻ കഴിയാത്തതിനെ നേടുവാനായി തനിക്ക് സൂക്ഷിച്ചു വെക്കുവാൻ കഴിയാത്തതിനെ ഉപേക്ഷിച്ച് കളയുന്നവൻ മൂടനല്ല. യേശുവിന്റെ യഥാർത്ഥ മനുഷ്യപ്രകൃതി അതാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. അനിവാര്യ വന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഇതാണ്: ലോകത്തിൽ മനുഷ്യരായി ജീവിക്കുവാൻ നമുക്ക് മാതൃകയാകേണ്ടതിന് യേശു ഒരു മനുഷ്യനായി. പൗലോസ് ആ മാതൃക പിൻചെന്നു. വലിയ ധനാഢ്യനായിരുന്ന, വിദ്യാസമ്പന്നനായിരുന്ന ആ മനുഷ്യൻ, പരീക്ഷനായിരുന്നു, വലിയ പദവി ലഭിക്കാമായിരുന്നു ആ മനുഷ്യൻ. അവസാനം ഒന്നുമില്ല, ഒരു പുതപ്പ് മാത്രമേ ഉള്ളൂ. ഒടുവിൽ കഴുത്തെ തല പോലും നഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നീതിയുടെ കിരീടം എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്നും പറയാനാണ് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. മുന്നോട്ട് പോട്ടെ. കർത്താവ് കാണിച്ച മാതൃക, ആ മാതൃക നമുക്കൊരു മാതൃക കാട്ടിത്തന്നു കർത്താവ്. ആ മാതൃക സ്റ്റേഫാനോസിൽ തുടങ്ങി, അപ്പോസ്തലന്മാരിലൂടെ ഇങ്ങ് ജിം എലിയറ്റിലും നാറ്റേസീനിലും നമ്മളൊടുവിൽ ഗ്രഹാം സ്റ്റെയിൻസിലും, പിന്നെ നമ്മൾ ആരും അറിയാതെ എത്രയോ പേര് തെരുവുകളിലും വടക്കേ ഇന്ത്യയിലും നോർത്ത് ആഫ്രിക്കൻ കൺട്രീസിലും ഓരോ ദിവസവും ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നഷ്ടമാക്കുവാൻ കഴിയാത്തതിനെ നേടുവാനായിട്ട് സൂക്ഷിച്ചു വെക്കുവാൻ കഴിയാത്തതിനെ കൊടുക്കുന്നവരാണവൻ. യേശുക്രിസ്തു കാണിച്ച മാതൃക, ആ മാതൃക നമുക്ക് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി മുന്നോട്ട് പോകാം. അടുത്ത പോയിന്റ്, ക്രിസ്തുവിന്റെ മനുഷ്യപ്രകൃതി എന്തുകൊണ്ട് അനിവാര്യമായിരുന്നു? പുനരുദ്ധാന ശരീരത്തിന് മാതൃകയാകേണ്ടതിന്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. 42 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ പൗലോസ് മരിച്ചവരുടെ പുനരുദ്ധാനത്തെ പറ്റി പറയുകയാണ്. മരിച്ചവരുടെ പുനരുദ്ധാനം അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരം ഉണ്ട്. നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ശരീരത്തെ പറ്റി അവിടെ പൗലോസ് വർണ്ണിക്കുക. എന്നിട്ട് 49-ാം വാക്യത്തിൽ 1 കൊരിന്ത്യർ 15:49 അവിടെ പറയുന്നു, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ, ഇന്നത്തേക്ക് ചേർക്ക്, സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഉയർത്തെഴുന്നേറ്റ ശേഷം നമ്മുടെ കർത്താവിനുണ്ടായിരുന്നത് പോലുള്ള ശരീരമാണ് നമുക്ക് ലഭിക്കുവാനുള്ള പുനരുദ്ധാന ശരീരം. നമ്മുടെ പുനരുദ്ധാന ശരീരത്തിന് മാതൃക. ഒരു പോയിന്റോടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം വിടുകയാണ്. നമ്മോട് കരുണ കാണിപ്പാൻ കഴിവുള്ള മഹാപുരോഹിതനാകേണ്ടതിന്. നോക്കുക, യേശു യഥാർത്ഥ മനുഷ്യനും യഥാർത്ഥ ദൈവവുമായതുകൊണ്ടാണ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി കാര്യസ്ഥനായിരിക്കുവാൻ സാധിക്കുന്നത്. ഇബ്രാഹിം 2:17-18 വാക്യങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. അവൻ വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിന്. മഹാപുരോഹിതന്റെ ദൗത്യം എന്താണ്? മധ്യസ്ഥത അണക്കിയാണ്. ജനത്തിന് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥ അണക്കിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജൻ സാറാണോ പുരോഹിതന്റെ ദൗത്യം, പ്രവാചകന്റെ ദൗത്യം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഞാൻ ഓവർഹിയർ ചെയ്തായിരുന്നു. പുരോഹിതന്റെ ദൗത്യം നമുക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥ അണക്കുക. പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് നമ്മോട് പ്രസ്താവിക്കുന്നവനുമാണ്. നമ്മുടെ വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായ കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകും. എബ്രായർ 2:17-18 അതിനോട് ചേർന്ന് 4:15-16 വായിച്ചു. 4:15-16 വായിച്ചു കൊള്ളുക. അപ്പോൾ നമ്മോട് കരുണ കാണിപ്പാൻ കഴിവുള്ള മഹാപുരോഹിതനാകേണ്ടതിന്. അപ്പം ABCDEFGH 7 പോയിന്റ് അല്ലേ? 7 പോയിന്റുകൾ യേശുവിന്റെ യഥാർത്ഥ മനുഷ്യപ്രകൃതി എന്തുകൊണ്ട് അനിവാര്യമായിരിക്കുന്നു എന്നത് സംബന്ധിച്ച് നമ്മൾ പഠിച്ചു. നമുക്ക് മുന്നോട്ട് പോകാം. യേശു 8 പോയിന്റുകൾ. യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനും ആകുന്നു. യേശുവിന്റെ അസ്തിത്വം സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു ട്രൂ ഗോഡ് ആൻഡ് ട്രൂ മാൻ, യഥാർത്ഥ ദൈവം യഥാർത്ഥ മനുഷ്യനുമാകുന്നു.
അതിൽ ഒന്നാമത് യേശു യഥാർത്ഥ മനുഷ്യനാകുന്നു എന്ന വിഷയം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടുള്ള ബന്ധത്തിലാണ് യേശുവിന്റെ കന്യകാജനനം സംബന്ധിച്ചും കന്യകാജനനത്തിന്റെ പ്രാധാന്യങ്ങൾ സംബന്ധിച്ചും ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു. യേശുവിന്റെ ശരീരം മാനുഷിക പരിമിതികളും മനുഷ്യ ശരീരം ആ മാനുഷികമായ പരിമിതികളും ബലഹീനതകളും ഉള്ളതായിരുന്നു എന്ന് നാം പഠിച്ചു. യേശുവിന് മാനുഷിക വികാരങ്ങളും മനുഷ്യ മനസ്സും ഒക്കെ ഉണ്ടായിരുന്നു, എങ്കിലും യേശു പാപമില്ലാത്തവനായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. യേശുവിന്റെ മനുഷ്യപ്രകൃതി, യഥാർത്ഥ മനുഷ്യപ്രകൃതി എന്തുകൊണ്ട് അനിവാര്യമായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഫിലിപ്പിയർ 2:6-8 വാക്യങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. അവിടെ പറയുന്നത്, അവൻ, അതായത് പുത്രൻ, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി. അപ്പൊ യേശു യഥാർത്ഥ മനുഷ്യനായിരിക്കുന്നു. അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം യഥാർത്ഥ ദൈവവുമാണെന്ന് നമ്മൾ മറന്നുപോകരുത്. ഇതിൽ ഒരു സൈഡിന് മാത്രം ഊന്നൽ കൊടുത്താലാണ് അത് ഹെറസിയായി പോകുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. മോണോഫിസിറ്റിസം അവരെന്താണ്, യേശുവിന്റെ ദൈവത്വത്തിന് മാത്രം എംഫസൈസ് ചെയ്തു. മിയാഫിസിറ്റിസം അവിടെയും വന്നത് അത് തന്നെയാണ്. ദൈവത്വം അങ്ങ് മനുഷ്യത്വത്തെ ആഗിരണം ചെയ്തു പോലും. ഡയോഫിസിറ്റിസം, നിസ്വഭാവവാദം, അത് പറയുമ്പോൾ യേശുവിന് യഥാർത്ഥ ദൈവത്വം യഥാർത്ഥ മനുഷ്യപ്രവൃത്തി രണ്ടുമുണ്ടായിരുന്നു യേശുവിൽ എന്നുള്ളത് അവിടെ പറയുന്നു. നമ്മളതാണ് വിശ്വസിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം, യേശുക്രിസ്തു യഥാർത്ഥ മനുഷ്യൻ മാത്രമായിരുന്നില്ല, യഥാർത്ഥ ദൈവവുമായിരുന്നു. മനുഷ്യാവതാരം ചെയ്ത ദൈവമാണ്. ജീസസ് ഈസ് ഗോഡ് ഇൻകാർണേറ്റ്. യേശു മനുഷ്യാവതാരം ചെയ്ത ദൈവമാണ്. ജീസസ് ഈസ് ഗോഡ് ഇൻകാർണേറ്റ്. ഇൻകാർണേഷൻ എന്ന പദം സൂചിപ്പിക്കുന്നത് ദൈവം ജഡമെടുത്ത് അസ്ഥിയും മാംസവും ഉള്ളവനായി തീർന്നു. ഇൻകാർണേഷൻ എന്ന ലാറ്റിൻ പദം ഇൻകാർണേർ എന്ന ആ ലാറ്റിൻ ഇൻകാർണേറിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ഇൻകാർണേഷൻ എന്നുള്ള പദം വന്നത്. ഇൻകാർണേർ, കേറോ എന്ന് പറഞ്ഞാൽ ഫ്ലഷ് എന്നാണ്, ശരീരം എന്നാണ്. കേറോ എന്നുള്ള വാക്ക് ഫ്ലഷ് എന്നാണ്. ലാറ്റിൻ കേറോ, ഫ്ലഷ്. അതിതാണ് ഇൻകാർണേർ, ഫ്ലഷ് ധരിച്ചു. ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ ജഡമെടുത്തു. ലിറ്ററലി മീൻസ് എംബഡീഡ് ഇൻ ഫ്ലഷ് ഓർ ടേക്കിംഗ് ഓൺ ഫ്ലഷ്. മാംസ ശരീരം എടുത്ത എന്നാണ് അക്ഷരാർത്ഥം. ദൈവം ജഡമെടുത്ത് മാംസ ശരീരം എടുത്തു മനുഷ്യനായതാണ് യേശു. യേശുക്രിസ്തു ദൈവമാണെന്നതിന് തിരുവചനത്തിൽ നിന്നുള്ള തെളിവുകൾ നിങ്ങൾ ഓരോന്നായിട്ട് നോട്ട് ചെയ്തുകൊള്ളണം. യേശുക്രിസ്തു ദൈവമാണ് എന്നതിന് തിരുവചനത്തിൽ തെളിവുകൾ. നമുക്കെല്ലാം അറിയാം യേശുക്രിസ്തു ദൈവമാണെന്ന്, ഉറപ്പാണ് അല്ലേ? ഉറപ്പില്ലാത്ത ആരും ഈ ക്ലാസ്സിലില്ല. യേശുക്രിസ്തു ദൈവം അല്ലെങ്കിൽ ഈ ക്ലാസ്സിന് ഇരിക്കാനായിട്ട് നിങ്ങൾ സമയം മെനക്കെടുത്തത്തില്ലായിരുന്നു. 80 പേര് ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ വെറുതെ അങ്ങനെ അറിഞ്ഞാൽ പോരാ, അതിനുള്ള തെളിവുകളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. യേശുക്രിസ്തു ദൈവമാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ടോ? യേശുക്രിസ്തു ദൈവമാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ടോ? ദൈവം, അതായത് ഗോഡ് അല്ലെങ്കിൽ തിയോസ് എന്ന് സ്പഷ്ടമായി പറയുന്ന, യേശുക്രിസ്തുവിനെ പറ്റി സ്പഷ്ടമായി പറയുന്ന വാക്യങ്ങളുണ്ട്. ദൈവം എന്ന വാക്ക് ക്രിയേറ്റർ ആൻഡ് സസ്റ്റെയിനർ, സൃഷ്ടാവും പരിപാലകനും എന്ന അർത്ഥത്തിലാണ് ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സൃഷ്ടാവും പരിപാലകനും. യേശുക്രിസ്തു സൃഷ്ടാവും പരിപാലകനുമായ ദൈവമാണെന്ന് വ്യക്തമായി പറയുന്ന നിരവധി വാക്യങ്ങൾ. റോമാലേഖനം 9:5 അവർ, അതായത് ഇസ്രായേലിയർ, 4 വാക്യത്തിൽ പറയുന്നതാണ്, അവർ ഇസ്രായേലിയർ. അവരെ പറ്റി പറയുകയാണ്, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അവൻ, അതായത് ക്രിസ്തു, സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ക്ലിയറായിട്ട് പൗലോസ് പറയുകയാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്കുള്ള വിശേഷതകൾ ഓരോന്നായി വിവരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ്, ജഡപ്രകാരം ക്രിസ്തു ഇസ്രായേലിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അപ്പോൾ തന്നെ ക്രിസ്തു സർവത്തിന് മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ക്രിസ്തു ദൈവമാകുന്നുവെന്ന് വളരെ സ്പഷ്ടമായി പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, സ്പഷ്ടമായി പറയുകയാണ്. അവൻ സർവത്തിന് മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം, തീത്തോസ് 2:12 പറയുന്നു,
നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് തുറന്ന് പറയുകയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ എന്താണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിളിച്ചിരിക്കുന്നത്? മഹാദൈവം. മഹാദൈവം, മഹാദൈവം എന്ന് വിളിച്ചിരിക്കുകയാണ്. ഇനി മുന്നോട്ട് പോകാം. എബ്രായർ 1:8 45-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട്, 45-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം അത് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, പുത്രനോടോ ദൈവമേ നിന്റെ ദൈവം, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. ഇനി പൗലോസ് മാത്രം പറഞ്ഞെന്ന് വേണ്ട, എബ്രായ ലേഖനകർത്താവും സങ്കീർത്തനക്കാരനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, പുത്രനോടോ ദൈവമേ, പുത്രനെ വിളിച്ചിരിക്കുക ദൈവമേ എന്ന്. യോഹന്നാൻ 1:1, യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിനോട് കൂടെ നടന്ന യോഹന്നാൻ എഴുതുകയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം അതായത് ക്രിസ്തു ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇനിയും തെളിവുകൾ വേണമെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. അവിടെ പറയുന്നുണ്ട് യോഹന്നാൻ 1:18, യോഹന്നാൻ വളരെ ഈ വചനം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ യോഹന്നാൻ അവിടെ പറയുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മോണോഗിനെ, ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യുണീക്ക് എന്നുള്ള അർത്ഥമാണ് അവിടെ ഏകജാതൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ലേഖനത്തിലല്ലേ പറയുന്നത്, 1-ാം അധ്യായത്തിൽ അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമാകുന്നു. എബ്രായർ 1:3 വാക്യം ഇംഗ്ലീഷ് ബൈബിൾ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ വായിക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. 1:3 പറയുന്ന തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമാകുന്നു. തത്വത്തിന്റെ മുദ്ര എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കണം, ഇസ് ദ എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ. ദൈവത്തിന്റെ വെരി ഇമേജ്, ദൈവത്തിന്റെ ഇന്ദ്രിയ ഗോചരമായ രൂപം എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണെന്നാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. ഇനി കർത്താവിനെ അവന്റെ ശിഷ്യനായിരുന്ന തോമസ് യേശുവിനോട് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് വിളിക്കുന്നതായിട്ട് നമ്മൾ യോഹന്നാൻ 20:28 കാണുന്നുണ്ട്. അപ്പോൾ പൗലോസ് മാത്രമല്ല, എബ്രായ ലേഖനകർത്താവും യോഹന്നാനും ഇവരെല്ലാവരും പറയുന്നുണ്ട്. പിന്നെ പത്രോസ് പറയുന്നുണ്ട്. പത്രോസ് പറയുന്നത് ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ അത് പറഞ്ഞു എന്നാണ് കരുതുന്നത്. പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തില് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെയും നീതിയാൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിൾ എടുത്തിട്ട് നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ഗ്രീക്ക് വായിക്കാൻ അറിയാവുന്നവർ നോക്കണം. നമ്മുടെ ദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പത്രോസ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതെല്ലാം പോട്ടെ, പഴയ നിയമത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ യേശു ദൈവമാണെന്ന്? ദൈവം യെശയ്യാവ് 9:6 യേശു ഈ ഭൂമിയിൽ വരുന്നതിന് 750 വർഷം 7.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പൊ തിയോസ് എന്നുള്ള ആ നാമം, ദൈവം എന്നുള്ള നാമം തന്നെ നമ്മുടെ കർത്താവിനെ വിളിച്ചിരിക്കുന്നതായിട്ട്, കർത്താവിനെ അഭിമുഖമായി തോമസ് വിളിച്ചിരിക്കുന്നതായിട്ട്, യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് പ്രവാചകൻ അരുളി ചെയ്തിട്ടുള്ളതായിട്ട്, പ്രവാചകനിലൂടെ അരുളി ചെയ്തിട്ടുള്ളതായിട്ട്, കർത്താവിന്റെ അപ്പോസ്തലന്മാർ അരുളി ചെയ്തിട്ടുള്ളതായിട്ട്, മുഖാന്തരം വിളിക്കപ്പെട്ടിട്ടുള്ളതായിട്ട്, ലേഖനങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ളതായിട്ട് തിയോസ് എന്നുള്ള നാമം സൂചിപ്പിക്കുന്നു, അവിടുന്ന് ദൈവമാണ്. നമ്പർ 2, കുറിയോസ്. കുറിയോസ് എന്നുള്ള പദം കർത്താവ്, യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചിരിക്കുന്നു. ജീസസ് ഇസ് ലോർഡ്. സെപ്റ്റുജന്റ് ബൈബിൾ എന്ന് പറയുമ്പോൾ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഗ്രീക്ക് പരിഭാഷ,
ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഗ്രീക്ക് പരിഭാഷ. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവും അപ്പോസ്തലന്മാരും ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന സെപ്റ്റുജന്റ് ബൈബിളാണ്, തിരുവെഴുത്തുകളാണ്. സെപ്റ്റുജന്റ് ബൈബിളിൽ യഹോവ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ആ സ്ഥാനത്ത് YHWH, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, യോദ് ഹേ വൗഹേ, ആ ടെട്രാഗ്രാമറ്റോൺ, അപവിത്രമായ 4 അക്ഷരങ്ങൾ, അത് എവിടെയൊക്കെ എബ്രായ ബൈബിളിൽ യോദ് ഹേ വൗഹേ എന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ യഹോവ എന്നുണ്ടായിരുന്നു, യാഹ് എന്നുള്ള പേരുണ്ടായിരുന്നു, അതിനെയെല്ലാം ഗ്രീക്ക് പരിഭാഷയിൽ കുറിയോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറിയോസ്. എബ്രായ ബൈബിളിലുള്ള യോദ് ഹേ വൗഹേ അല്ലെങ്കിൽ യാഹ്വേ എന്നുള്ള ആ നാമം ഗ്രീക്ക് പരിഭാഷ, കർത്താവിന്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക് പരിഭാഷയിൽ അതിന് കുറിയോസ് എന്നായിരുന്നു. കുറിയോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം കർത്താവ് എന്നാണ്, ദ ലോർഡ്. ലൂക്കോസ് 2:11 ദൂതൻ പറയുന്നുണ്ട്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവിന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു. എബ്രായർ 1:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, എബ്രായർ 1:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. കർത്താവെ, ഇവിടെ എബ്രായ ലേഖനത്തിൽ യേശുക്രിസ്തുവിനെയാണ് വിളിച്ചിരിക്കുന്നത്. 102-ാം സങ്കീർത്തനത്തിന്റെ 25-26 വാക്യങ്ങളിൽ, 102-ാം സങ്കീർത്തനത്തിന്റെ 25-26 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ പ്രവചനാത്മാവിൽ കർത്താവിനെ കുറിച്ച് പറയുന്നതാണ് ഇവിടെ എബ്രായ ലേഖന കർത്താവ് ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പൊ പഴയ നിയമത്തിൽ എവിടെയൊക്കെ യഹോവ എന്നുണ്ടായിരുന്നു, അതെല്ലാം കുറിയോസ് എന്ന് സെപ്റ്റുജന്റ് ബൈബിളിൽ അല്ലെങ്കിൽ പരിഭാഷയിൽ, ഗ്രീക്ക് പരിഭാഷയിൽ വന്നു. അപ്പോസ്തലന്മാർ കർത്താവ് അല്ലെങ്കിൽ കുറിയോസ് എന്ന് പറയുമ്പോൾ ആ അതിപവിത്രമായ നാമമാണ് യേശുവിനെ വിളിച്ചിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. അപ്പോൾ യേശുവിനെ കുറിയോസ് എന്ന് വിളിച്ചിരിക്കുന്നത്, കർത്താവ് എന്ന് വിളിച്ചിരിക്കുന്നത് ദൈവത്വം വെളിപ്പെടുത്തുകയാണ്. 3 ഐ ആം സ്റ്റേറ്റ്മെന്റ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞതാണ് കരുതുന്നു, അല്ലേ? ഐ ആം സ്റ്റേറ്റ്മെന്റ്സ്, ഞാനാകുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം. I am the bread of life. I am the light of the world. Before Abraham was I am. I am the door of the sheep. I am the good shepherd. I am the resurrection and the life. I am the way, the truth and the life. I am the true vine. ഞാനത് മലയാളത്തിൽ എടുത്ത് പറയേണ്ട കാര്യമല്ല, നിങ്ങൾക്കെല്ലാം അറിയാം. യഹിയെ അഷർ യഹിയെ, പുറപ്പാട് പുസ്തകം 3:14 പറഞ്ഞിരിക്കുന്ന I am that I am. ആ അതിപവിത്രമായ നാമമാണ് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ 8:58 ബിഫോർ അബ്രഹാം വാസ് ഐ ആം. മലയാളത്തിൽ അത് കണ്ടാൽ മനസ്സിലാകത്തില്ല. അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് വായിച്ചാൽ അല്ലെങ്കിൽ ഗ്രീക്കിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അബ്രഹാമിന് മുമ്പേ ഞാൻ ആകുന്നു, ഞാൻ ആകുന്നവനുണ്ടെന്നാ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവർ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുക. കാരണം ദൈവദൂഷണമാണത് എന്നവർ കരുതി. ദൈവമല്ലാത്ത ഒരുവൻ ഞാൻ ദൈവമാകുന്നു എന്ന് ക്ലെയിം ചെയ്യുമ്പോൾ യൂതന്മാർക്ക് അത് മനസ്സിലാവും. അതുകൊണ്ട് ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞ് അവര് കൊല്ലുവാൻ ശ്രമിക്കുന്നത്. യഹിയെ അസർ യഹിയെ എന്ന ആ പ്രയോഗം സംബന്ധിച്ച് അത് വിടാം. നിങ്ങളുടെ അറിവിനായിട്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അത് പോട്ടെ, ഇത്രയും മനസ്സിലായാൽ മതി. ഐ ആം സ്റ്റേറ്റ്മെന്റ്സ്. അടുത്തത് ദ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ എന്നുള്ള ആ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് അതൊരു വിശേഷനാമമാണ്. മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് ഒരു വിശേഷനാമമാണ്. മഷിയായുടെ ടൈറ്റിലാണത്. യേശു തന്നെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്ന ഒരു നാമമാണ് മനുഷ്യപുത്രൻ, ദ സൺ ഓഫ് മാൻ. ഹോഹുയോസ് ടൗ ആന്ത്രപ്പോ എന്ന ആ നാമം, മനുഷ്യപുത്രൻ എന്ന നാമം. പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ മാത്രം 81 തവണ 81 ടൈംസ് യേശു തന്നെ മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. ദ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്ന നാമം ഒരു മെസ്സിയാനിക് ടൈറ്റിലാണ്, മെഷിഹൈക നാമമാണ്. യഹൂദന്മാർക്ക് അത് അറിയാമായിരുന്നു.
മഹാപുരോഹിതനായ കയ്യഫാവിന്റെ മുൻപാകെ യേശുവിനെ വിചാരണ ചെയ്യുമ്പോൾ മഹാപുരോഹിതന് യേശുവിനെ തടങ്ങുമ്പോൾ എല്ലാവരും ചോദ്യം ചെയ്യുകയാണോ? യേശു ഒന്നും മിണ്ടുന്നില്ല. അവസാനം യേശുവിനോട് മത്തായിയുടെ സുവിശേഷം നിങ്ങൾ എടുത്താൽ അറിയാം, 26-ാം അധ്യായം, മത്തായി 26 എടുത്ത് 63-64 വാക്യങ്ങൾ, മത്തായി 26-ന്റെ 63-64 വാക്യങ്ങൾ. അവിടെ സഹി ഇട്ട് കഴിയുമ്പോൾ കയ്യഫ പറയുകയാണ്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ആകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു. ഇത് കേട്ടപ്പോ അവിടെ അവനെന്താ പറയുന്നത്? ഇനി എന്തിനാ സാക്ഷികളെ കൊണ്ട് ആവശ്യം? ദൈവദൂഷണം പറഞ്ഞു. എന്താണ് മനുഷ്യപുത്രൻ എന്നുള്ളത്? ഇത് നമുക്കിതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും മനസ്സിലാകത്തില്ല. എന്നാൽ തിരുവെഴുത്തുകളിൽ ആഴമായ പഠനം ഉണ്ടായിരുന്നവരായിരുന്നു പുരോഹിതന്മാരും മറ്റും. യേശു താൻ മനുഷ്യപുത്രനാകുന്നു എന്ന് പറയുമ്പോഴും സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും കാണുമെന്ന് പറയുമ്പോൾ അവന് മനസ്സിലായി, മനസ്സിലായി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ദാനിയേൽ 7-ന്റെ 13-14. രാത്രി വായിക്കട്ടെ സാർ? വായിച്ചു. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്തെ നശിച്ചു പോകാത്തതുമാകുന്നു. മതി. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് പോകാവേ. വയോധികൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന തെറ്റായ പരിഭാഷയാണ് കേട്ടോ. നിങ്ങളെ ഒന്നും വേണ്ട, ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കിയാൽ മതി. ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പുരാതനനായവൻ, അനാദിയായുള്ളവൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വയോധികൻ എന്നുള്ളത് ഒരു തെറ്റായ പരിഭാഷയാണ്. പുരാതനനായവനെന്നോ അനാദിയായുള്ളവനെന്നോ വേണം അവിടെ വരേണ്ടിയിരുന്നത്. അനാദിയായുള്ളവൻ ദൈവമാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് അതിന്റെ ആ ഗ്രീക്ക് പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്ന പദം സർവശക്തൻ എന്നുള്ള പദം. ഇപ്പം പറഞ്ഞ റെഫറൻസ് ഒന്നുകൂടെ പറയാം സാർ. ദാനിയേൽ 7-ന്റെ 13-14. ദാനിയേൽ 7-ന്റെ 13-14. അവിടെ പറയുകയാണ്, കർത്താവ് അവിടെ ദാനിയേൽ രാത്രി ദർശനങ്ങൾ ദാനിയേൽ കാണുന്നത്, മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടുകൂടെ വരുന്നത് കണ്ടു. അവൻ അനാദിയായുള്ളവന്റെ മുൻപാകെ അടുക്കൽ ചെന്നു, അല്ലെങ്കിൽ സർവശക്തന്റെ അടുക്കൽ ചെന്നു. ഷാജി സൗണ്ട് മ്യൂട്ട് ചെയ്യും. നിങ്ങളെ കഥ പറയേണ്ടവരെ മ്യൂട്ട് ചെയ്തിട്ട് പോകൂ. ഇവിടെ ഇരിക്കുക, അത് മ്യൂട്ട് ചെയ്യാണ്. ചിലർക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു. അപ്പം അവിടെ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ കണ്ട ആ ദർശനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ ആ മനുഷ്യപുത്രനാണ്, സർവശക്തന്റെ വലത്ത ഭാഗത്ത് ഇരിക്കുന്നതായി അവിടെ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന വ്യക്തി ഞാനാണെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോഴാണ് പറയുന്നത്, ഇനി എന്തിന് ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇനി സാക്ഷികളെ കുറിച്ച് കൊണ്ട് നമുക്ക് എന്താവശ്യം എന്നൊക്കെ പറഞ്ഞ് കയ്യഫാസ് പറയുന്നതിന് കാരണം അവിടെ യേശു തന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയാണ് മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ. 110-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തോടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. 110-ന്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. അപ്പോൾ ഈ ദാനിയേൽ 7-ന്റെ 13-14 110-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് കർത്താവ് സ്വയം വെളിപ്പെടുത്തുകയാണ്, ആ മനുഷ്യപുത്രൻ ഞാനാണ്. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും പ്രാപിച്ച് നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും രാജ്യത്വവും നശിച്ചു പോകാത്ത രാജ്യത്വവും അത് എനിക്കുള്ളതാണെന്ന് പറയുമ്പോഴാണ് ആ മനുഷ്യപുത്രൻ എന്നുള്ള ആ പേര് കേട്ടപ്പോൾ എന്താ ചെയ്യുന്നത്? കയ്യഫാസ് വസ്ത്രം കീറി. ഇവൻ ദൈവദൂഷണം പറയുന്നു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? നിങ്ങളിപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ, അവൻ മരണയോഗ്യനാണ് എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യപുത്രൻ എന്നുള്ള നാമം അതൊരു മെസ്സിയാനിക് ടൈറ്റിൽ ആയതുകൊണ്ട്
കയ്യഫാവിന് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് അസ്വീകാര്യമായിരുന്നു, സ്വീകരിക്കാൻ സാധ്യമല്ലായിരുന്നു. കാരണം യേശു വ്യക്തമായ പ്രഖ്യാപനം നടത്തുകയാണ്, ഞാൻ ദൈവമാണ്. ഇന്ന് ചിലർ ചോദിക്കും, യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. താൻ ആരാധന സ്വീകരിക്കുന്നതിന്റെ ഉദാഹരണമാണ് തോമസ് ദൈവം കർത്താവുമായുള്ളവയെന്ന് വിളിക്കുന്നത്. താൻ സ്വയം പറയുകയാണ്, ഞാനാണ് അനാദിയായവന്റെ മുൻപാകെ ആകാശമേഘങ്ങളിലേറെ വരുന്ന സകല ജാതികളും സേവിക്കുവാൻ പോകുന്ന ആ രാജാവ് ഞാനാണ് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ഒരു പോയിന്റോട് ഓക്കെ. അടുത്തത്, even when Jesus was in this world, his words had authority and power. യേശു ഈ ലോകത്തിലായിരുന്നപ്പോഴും അവന്റെ വാക്കുകൾക്ക് അധികാരവും ശക്തിയും ഉണ്ടായിരുന്നു. നമുക്കറിയാം, യെശയ്യാവ്, യിരെമ്യാവ് തുടങ്ങിയ യഹോവയുടെ പ്രവാചകന്മാർ പോലും സംസാരിക്കുമ്പോൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന മുഖവുരയോടെ പറഞ്ഞിരുന്നുള്ളൂ. ഞാൻ ഇപ്പൊ നിർത്തുക, 2 മിനിറ്റ് നിർത്തും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് പ്രവാചകന്മാർ അരുളി ചെയ്തിരുന്നത്. ശാസ്ത്രിമാരും പരീക്ഷന്മാരും സംസാരിക്കുമ്പോൾ അവർ പറയുന്നു, ന്യായപ്രമാണത്തിൽ ഇവണ്ണം പറയുന്നു, അല്ലെങ്കിൽ മോശയും സങ്കീർത്തനങ്ങളും ഇവണ്ണം പറയുന്നു. എന്നാൽ സാക്ഷാൽ ദൈവം തന്നെയായിരുന്നത് കൊണ്ട് നമ്മുടെ കർത്താവ് അരുളി ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ഒരു ആമുഖവാചകമുണ്ട്. എന്താണ്? ആർക്കെങ്കിലും ഒന്ന് ഓർമ്മ വരുന്നെങ്കിൽ പറയാം. കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? ആമേൻ 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 ഞാൻ നിങ്ങളോട് പറയുന്നു. അധികാരത്തോടും ശക്തിയോടും കൂടെ അരുളി ചെയ്യുന്നു. യേശുവിന്റെ വാക്ക് കേട്ടിട്ട് പുരുഷാരം, നമ്മൾ ആ ഗിരിപ്രഭാഷണം അവസാനിക്കുമ്പോൾ 7-ാം അധ്യായത്തിന്റെ മത്തായി 7:28-29 വാക്യങ്ങളിൽ കാണുന്നുണ്ട്, പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. കാരണം അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടാണ് അവൻ സംസാരിച്ചിരുന്നത്, ഉപദേശിച്ചിരുന്നത്. യേശുവിനെ പിടിച്ചുകൊണ്ടുവരുവാൻ ചിലര് മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും ടെമ്പിൾ ഗാർഡ്സിനെ, ചേവകരെ അയച്ചു. ചേവകർ എന്ന് പറയുന്ന യഹൂദന്മാരാണ്, ടെമ്പിൾ ഗാർഡ്സ് ആണ്. പടയാളികൾ എന്ന് പറയുന്ന റോമൻ പടയാളികൾ, ജാതികളാണ്. അപ്പൊ ടെമ്പിൾ ഗാർഡ്സിനെ അയച്ചു, ചേവകരെ അയച്ചു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവര് പോയിട്ട് മടങ്ങി വന്നിട്ട് യേശുവിനെ കൊണ്ടുവന്നില്ല. വന്നിട്ട് എന്താണ് പറയുന്നത്? 7-ാം അധ്യായം 46, യോഹന്നാൻ 7:46. അവര് മടങ്ങി വന്നിട്ട് ഭയന്ന് മടങ്ങി വന്നിട്ട് പറയാ, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. താൻ സാക്ഷാൽ ദൈവം തന്നെ ആയിരുന്നത് കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അധികാരത്തോടും ശക്തിയോടും കൂടെ അരുളി ചെയ്തിരുന്നു. ഈ തെളിവുകളെല്ലാം കൂടാതെ യേശു യഥാർത്ഥ ദൈവമാകുന്നു എന്ന് വെളിപ്പെടുത്തുന്ന നിരവധി വചനഭാഗങ്ങൾ, യേശു ദൈവിക ഗുണവിശേഷങ്ങൾ വെളിവാക്കിയിട്ടുള്ളത്, ദൈവപ്രവർത്തി ചെയ്തിട്ടുള്ളതുമായ നിരവധി വചനഭാഗങ്ങൾ കാണുന്നുണ്ട്. യേശു ഇമ്മാനുവേലാകുന്നു, ദൈവം നമ്മോട് കൂടെയാകുന്നു. മത്തായി 1:22-23, യെശയ്യാ 14 പറഞ്ഞിരിക്കുന്നത്. മത്തായി 1:22-23, ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേലാണ്. യേശു ഇമ്മാനുവേലാണ്. കൊലോസ്യർ 2:9 പറയുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവൻ പൂർണ്ണ ദൈവം ദേഹരൂപമായി വെളിപ്പെട്ടിരിക്കുന്നതാണ്. അത് മാത്രമല്ല, നിങ്ങൾ നോട്ട് ചെയ്യുക, ദൈവിക ഗുണവിശേഷങ്ങളായിരുന്ന ഓംനിപൊട്ടൻസ്, ദൈവിക ഗുണവിശേഷങ്ങൾ, ഓംനിപൊട്ടൻസ്, സർവശക്തിത്വം, സർവശക്തനായ ദൈവമാണ്, സർവശക്തിത്വം. ഓംനീഷ്യൻസ്, സർവജ്ഞത്വം, സർവജ്ഞാനിയാണ്. ദൈവത്തിന് മാത്രമുള്ള ഗുണവിശേഷങ്ങളാണ്. നോട്ട് ചെയ്യണം, സർവശക്തിത്വം, സർവജ്ഞത്വം, സർവവ്യാപകത്വം, ഓംനിപ്രസൻസ്, സർവാധികാരം, സോറൻറ്റി, ഇമ്മോർട്ടാലിറ്റി, അനശ്വരത, വർത്തി ടു ബി വർഷിപ്ഡ്, ആരാധന സ്വീകരിപ്പാനുള്ള യോഗ്യത, വർത്തി ടു ബി വർഷിപ്ഡ്, ഇതൊക്കെയും യേശുവിനുണ്ടായിരുന്നു. തിരുവഴുത്തുകളിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓംനിപൊട്ടൻസ്, സർവശക്തിത്വം, ഓംനിപൊട്ടൻസ്, സർവശക്തിത്വം. ഒംനീഷ്യൻസ്, സർവജ്ഞത്വം, സർവജ്ഞാനി, സർവജ്ഞത്വം. സാറേ, അത് സ്ക്രീനിൽ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കാം. അത് സ്ക്രീനിൽ എനിക്ക് മനസ്സിൽ ചിന്തിക്കുന്ന സ്ക്രീനിൽ വരത്തില്ല, ഞാൻ ടൈപ്പ് ചെയ്തെടുത്തുള്ളൂ. അടുത്ത ക്ലാസ്സിൽ മതി. ഞാൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇട്ട് തരാം, നിങ്ങൾ വെയിറ്റ് ചെയ്ത്.
ഇപ്പൊ തന്നെ എന്റെ വൈഫ് ഇവിടെ വന്ന് എനിക്ക് സിഗ്നൽ കാണിച്ചു 8:20 ആരോ എന്തോ ചോദിക്കുന്ന സൗരങ്ങളെ സർവജ്ഞത്വം, ഒംനീഷ്യൻസ്, നമ്മുടെ സയൻസ് ഉണ്ടല്ലോ, ഒംനീഷ്യൻസ് കഴിഞ്ഞ് ഒന്ന് വെയിറ്റ് ചെയ്താല് അടുത്ത ക്ലാസ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഇട്ടുതരാം. ഓക്കെ, അപ്പം ഈ ഗുണവിശേഷങ്ങളെല്ലാം യേശുവിനുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ആ ഗുണവിശേഷങ്ങൾ അടുത്ത ക്ലാസ്സിൽ ടൈപ്പ് ചെയ്തിട്ട് തരാം. ഇപ്പം ഇനി ആകെ ഞാനിത് റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്തിട്ട് പിന്നെ പോയിട്ട് ഞാൻ ടൈപ്പ് ചെയ്തൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഓരോ സ്ലൈഡ്സും ഇവിടെ ഡിസ്പ്ലേ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പുറകിൽ ഒത്തിരിയും സമയം മെനക്കെട്ടിരുന്ന് ടൈപ്പ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. ഞാൻ മനസ്സിൽ ചിന്തിച്ചതൊന്നും വരില്ല. അങ്ങനെ വരുമായിരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ കാണിക്കായിരുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാനിത് കാണിക്കാം. ആട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് ഇപ്പോൾ 8:20 ഞാൻ 8:11 അപ്പം ഞാൻ ഇനി ക്ലാസ് നീട്ടുന്നത് ചിലർക്കെങ്കിലും അസൗകര്യമുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ ഇന്നൊരു മീറ്റിങ്ങിന് അദ്ദേഹത്തിന് ശുശ്രൂഷയുണ്ട്, പോകാനോട് പെർമിഷൻ ചോദിച്ചതായിരുന്നു നമ്മുടെ ജോയ് സഹോദരൻ. പക്ഷെ അദ്ദേഹം പോയിട്ടില്ല. എനിക്കൊന്ന് ക്ലാസ് ഉള്ള താല്പര്യത്തിൽ അങ്ങ് ഇരുന്ന് പോയതായിരിക്കാം. എന്തോ ഞാൻ ഇത് കഴിഞ്ഞ ഉടൻ പോകും സാറേ. പ്രാർത്ഥിച്ചിട്ട് ദേവദാസൻ തന്നെ പ്രാർത്ഥിച്ച് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ ഷാബുനും ആ പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്യേണ്ടതാണെന്ന് എനിക്കറിയാം. അങ്ങനെ പല എൻഗേജ്മെന്റ്സും ഉള്ളവരൊക്കെ ഉണ്ട്. 8 മണി എന്ന് പറഞ്ഞാൽ എന്റെ സ്വഭാവം ഇങ്ങനെ ഇച്ചിരി നീണ്ടു പോകും, സഹിക്കാൻ നിവൃത്തിയുള്ളൂ. ദൈവം അനുവദിച്ചാൽ നാളെയും ഞാൻ തന്നെയായിരിക്കും ക്ലാസ് എടുക്കുന്നത്. വെള്ളിയാഴ്ച അനുഭവ് പാസ്റ്റർ ക്ലാസ് എടുക്കും. നാളെ ഞാനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂവേഷൻ നാളെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളെ എല്ലാവരെയും നാളെ കാണാം. കർത്തദാസൻ ജോയ് ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവെ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സന്ധ്യാസമയം കർത്താവിന്റെ സന്നിധിയിൽ വചന പഠനവുമായിരിക്കാൻ അടികൾക്കൊക്കെ വലിയ സാവകാശത്തിനായി അടികളെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അനുഗ്രഹിച്ചല്ലോ കർത്താവെ, വചനം പഠിപ്പിക്കുവാൻ ദൈവം സാറിനെ ബലപ്പെടുത്തിയല്ലോ കർത്താവെ. വചനത്തിന്റെ ആഴങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കോണം കർത്താവ് ദാസനെ സഹായിച്ച കൃപയ്ക്കായി അത് പഠിക്കുവാൻ തക്കണം അടികളെ ദൈവം ഒരിക്കലോ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നാളിൽ കർത്താവെ വചനങ്ങൾ അടികൾ ജീവിതത്തിൽ വെളുത്തിലും കേൾക്കുന്നവരായിട്ടല്ല, അത് പാലിക്കുന്നവരായി തന്നെ മാറാൻ തക്കവണ്ണം അവിടുത്തെ കൃപയുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികളെ താബോർ ബൈബിൾ കോളേജിലെ എല്ലാ പ്രിയ അധ്യാപകർക്കായി പ്രാർത്ഥിക്കും. വിശേഷം മത്തായി സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന അടികളെല്ലാവരും കർത്താവിന്റെ കാര്യങ്ങൾ തരുന്നു. അടികൾ ഇപ്പോൾ കർത്താവിന്റെ കൃപയും സാന്നിധ്യവും പകരണമേ. തുടർന്നുള്ള ക്ലാസ്സുകളിൽ കർത്താവിന്റെ കൃപയും സാന്നിധ്യവും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങൾക്കും കർത്താവ് വിടുതൽ കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം കർത്താവിന് സമർപ്പിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരസ്പരം പ്രാർത്ഥന ഓർക്കാം. നാളെ കൃത്യം